നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. അവയ്ക്ക് എല്ലാത്തിനും പരിഹാരം ഇന്ന് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ടെലഗ്രാം എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ടെലഗ്രാമിനകത്ത് ഗ്രൂപ്പ് വീഡിയോ കോളിംഗ് ഫീച്ചർ എനേബിൾ ആയിരിക്കുകയാണ്. ടെലഗ്രാമിന്റെ ഏറ്റവും പുതിയ ബീറ്റ വെർഷനായ 7.8 ഈ ഒരു ഫീച്ചർ ലഭ്യമായിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, ടെലഗ്രാമിനകത്ത് കുറച്ചു കാലം മുമ്പേ വീഡിയോ കോളിംഗ് ഫീച്ചർ വന്നായിരുന്നു. ഇപ്പോൾ അതിനെ ചുവട് പിടിച്ച് ഗ്രൂപ്പ് വീഡിയോ കോളിംഗ് സംവിധാനം കൂടി ടെലഗ്രാം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് വീഡിയോ കോളിംഗ് സംവിധാനം വന്നതോടുകൂടി ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുവാൻ ഗൂഗിൾ മീറ്റ് അതുപോലെ സൂം മുതലായ ആപ്ലിക്കേഷന് പകരം നമുക്ക് ടെലഗ്രാം ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും ഇനി തൊട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഗൂഗിൾ മീറ്റിലും സൂമിലും ഒന്നും കിട്ടാത്ത എന്ത് എക്സ്ട്രാ ഫീച്ചറാണ് അല്ലെങ്കിൽ എന്ത് സൗകര്യമാണ് ടെലഗ്രാം ഒരുക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നിലവിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഗൂഗിൾ മീറ്റോ സൂമോ ഉപയോഗിച്ചിട്ട് വീഡിയോ കോൺഫറൻസിങ് നടത്തും. അതിനുശേഷം പഠന അനുബന്ധ വിവരങ്ങളും മറ്റ് ഫയലുകളും അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഓൺലൈനായി ലൈവായിട്ട് ഗൂഗിൾ മീറ്റിലോ സൂമിലോ എടുക്കും. അതിനുശേഷം ബാക്കിയുള്ള അനുബന്ധ മെറ്റീരിയലുകൾ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക്, കുട്ടികളുടെ ഓരോ ക്ലാസ്സിനും ഓരോ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിനകത്തേക്ക് സെൻഡ് ചെയ്യുകയാണ് നിലവിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ചധികം പോരായ്മകളുണ്ട്. ആദ്യത്തേത് ഫയലുകൾ ഷെയർ ചെയ്യുമ്പോഴുള്ള ലിമിറ്റേഷൻസ് ആണ്. നമുക്കറിയാം, വാട്സാപ്പിനകത്ത് 100 MB കൂടുതലുള്ള ഒരു ഫയൽ ഡോക്യുമെന്റ് ആയിട്ട് അയക്കാൻ സാധിക്കത്തില്ല. അതുപോലെ 16 MB കൂടുതലുള്ള ഒരു വീഡിയോ ഫയലും വാട്സാപ്പിനകത്തേക്ക് നേരിട്ട് നമുക്ക് അയക്കാൻ സാധിക്കില്ല. ഇവിടെയാണ് ടെലഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊരു ക്ലാസ് റൂം പോലെ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പിനെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിന്റെ പൂർണ്ണമായ മേൽനോട്ടം അതിന്റെ അഡ്മിൻ തന്നെയായിരിക്കും, ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് കുട്ടികളെല്ലാം ക്രിയേറ്റ് ചെയ്തു. അതിനകത്തേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി അബദ്ധവശാൽ എന്തെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ഒക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും അത് കിട്ടും. അത് റിമൂവ് ചെയ്യാൻ യാതൊരു മാർഗവുമില്ല. എന്നാൽ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിനകത്താണെങ്കിൽ ആ ഒരു കുട്ടി അറിയാതൊരു മെസ്സേജ് അതിനകത്തേക്ക് ഇട്ടു, അത് അഡ്മിന് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മറ്റേ സ്റ്റോറേജ് അല്ലെങ്കിൽ ആ ഒരു മീഡിയ സെൻഡ് ചെയ്യുമ്പോഴുള്ള ഫയലിന്റെ സൈസ് 16 MB കൂടുതലുള്ള വീഡിയോസ് നമുക്ക് അയക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ ടെലഗ്രാമിനകത്ത് നമുക്ക് 2 GB വരെയുള്ള ഡോക്യുമെന്റ് ഇതിനകത്തേക്ക് അയക്കാൻ സാധിക്കും. വീഡിയോയോ ഫോട്ടോയോ PDF ഫയലോ എന്തോ ആയിക്കോട്ടെ, 2 GB വരെയാണ് മാക്സിമം നമുക്ക് ഇതിനകത്തേക്ക് ഫയൽ ലിമിറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ 2 GB വരെയുള്ള വളരെ വലിയ ഒരു വീഡിയോ ക്ലാസ് ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. വാട്സാപ്പിനകത്തൊക്കെ നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നതിന് ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് 16 MB ക്കുള്ള വീഡിയോ അയക്കാൻ സാധിക്കില്ല. നമ്മൾ 2 കട്ട് ചെയ്തൊക്കെയാണ് അയക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ സൈസ് വളരെ കംപ്രസ് ചെയ്തൊക്കെ അയക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. എന്നാൽ ടെലഗ്രാമിനകത്ത് നമുക്ക് 2 GB വരെയുള്ള ഫയൽസ് ടെലഗ്രാമിനകത്തേക്ക് അയക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ്, വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മൾ ഇന്നിപ്പോൾ കുറേ അധികം ഫയൽസ് നമ്മൾ സ്റ്റുഡൻസിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അയച്ചു കൊടുത്തു, ഗ്രൂപ്പിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇതെല്ലാം അയച്ചതിന് ശേഷമാണ് ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്തത്. ആ ഒരു സ്റ്റുഡൻസിന് ഈ പഴയ ഫയലുകൾ ഒന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ പഴയ മെസ്സേജുകൾ ഒന്നും തന്നെ ലഭിക്കുകയില്ല. എന്നാൽ അവിടെയാണ് ടെലഗ്രാം വ്യത്യസ്തമാകുന്നത്. ഗ്രൂപ്പ് തുടങ്ങിയ അന്ന് തൊട്ടുള്ള ഫയലുകൾ എപ്പോൾ ജോയിൻ ചെയ്യുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും അവസാനം ജോയിൻ ചെയ്യുന്ന ഒരാൾക്കും പഴയ എല്ലാ മെസ്സേജുകളും കാണുവാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്, വാട്സാപ്പ് ഗ്രൂപ്പിനകത്തേക്ക് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ, നോട്ടുകൾ, ഫോട്ടോ ആയിട്ട് അയച്ചു കൊടുക്കുന്നു. എങ്ങനെയെങ്കിലും വിദ്യാർത്ഥിയുടെ ഫോണിൽ നിന്നും ആ ഒരു ഫയലുകൾ ഗാലറിയിൽ നിന്നും ഡിലീറ്റ് ആയി പോയെന്ന് കരുതുക. നമുക്ക് പിന്നീട് തിരിച്ചെടുക്കാൻ യാതൊരു മാർഗവുമില്ല. മറ്റേതെങ്കിലും സ്റ്റുഡൻസിന്റെ ഒന്ന് ഫോർവേഡ് ചെയ്തെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ടീച്ചർ ഇതിനെ വീണ്ടും അയച്ചു കൊടുക്കേണ്ടി വരും. ഇവിടെയാണ് ടെലഗ്രാമിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലാക്കുന്നത്. ടെലഗ്രാമിനകത്ത് നമ്മൾ ഗാലറിയിൽ കിടക്കുന്ന ഒരു ഫയൽ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും അത് ടെലഗ്രാമിന്റെ ആ ഗ്രൂപ്പിനകത്ത് കിടക്കും. ഫോണിനകത്ത് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും ഈ ടെലഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ആവുകയില്ല. ടെലഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ ഫയൽ എത്ര കാലം കഴിഞ്ഞാലും തിരികെ എടുക്കാൻ സാധിക്കും. സ്റ്റഡി മെറ്റീരിയലുകളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇത് ഒരിക്കലും മിസ്സാവാതെ ആ ടെലഗ്രാമിനകത്ത് അത് അവിടെ കിടന്നുള്ളൂ. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. വാട്സാപ്പിനകത്ത് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഇട്ടിരിക്കുന്നു, ഫോൺ അങ്ങ് കളഞ്ഞുപോയി, എല്ലാ ഫയൽസും നഷ്ടപ്പെടും. എന്നാൽ ടെലഗ്രാമിനകത്താകട്ടെ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ കൂടി ടെലഗ്രാം അക്കൗണ്ടിനകത്ത് ഈ ഫയലുകളെല്ലാം അതുപോലെ തന്നെ കിടക്കും. പഴയ ചാറ്റുകളൊന്നും മിസ്സാവുകയില്ല.
ഈ ഒരു മൊബൈൽ നമ്പർ മാത്രമേ നമ്മുടെ ആ അക്കൗണ്ട് എടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ വേറെ ഏതൊരു ഫോണിൽ അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ആ ടെലിഗ്രാമിനകത്തുള്ള എല്ലാ ചാറ്റുകളും എല്ലാ മെസ്സേജുകളും കാണുവാൻ സാധിക്കും, ആക്സസ് ചെയ്യാൻ സാധിക്കും. അതാണ് അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി സ്റ്റഡി ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഒരിക്കലും നമുക്ക് അറ്റൻഡൻസ് എടുക്കാൻ സാധിക്കില്ല. എന്നാൽ ടെലിഗ്രാമിനകത്ത് ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് അറ്റൻഡൻസ് ബോട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് ടെലിഗ്രാമിനകത്തുള്ള ഗ്രൂപ്പിലെ അറ്റൻഡൻസ് എടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്, മനസ്സിലാക്കാം. അതുപോലെ നമുക്ക് ക്യുസുകൾ നടത്താനുള്ള സംവിധാനമുണ്ട്. ക്യുസ് ബോട്ട് എന്നൊക്കെ പറയുന്ന കുറേയധികം ബോട്ടുകളുണ്ട്. ആ ബോട്ടുകളെ കുറിച്ചുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടെലിഗ്രാമിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡക്ഷൻ നടത്തുകയാണ്. ക്യുസുകൾ നടത്താനുള്ള സംവിധാനം ടെലിഗ്രാമിനകത്തുണ്ട്, ഇൻബിൽറ്റ് ആയിട്ട് ഇതിനകത്ത് സംവിധാനങ്ങളുണ്ട്. നമുക്ക് അത് വെച്ച് ക്യുസുകൾ നടത്താം കുട്ടികൾക്ക്. അതുപോലെ ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പോൾ ഉപയോഗിച്ചിട്ട് ആ ക്ലാസിന്റെ ഗുണനിലവാരം നമുക്ക് തന്നെ ഫീഡ്ബാക്ക് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള സംവിധാനം ഈ ഒരു ടെലിഗ്രാം നൽകുന്നുണ്ട്. അതായത് ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് കൊള്ളാമോ ഇല്ല എന്നുള്ളത് നമുക്ക് കുട്ടികളെ കൊണ്ട് റേറ്റിംഗ് ചെയ്യിക്കാനുള്ള സംവിധാനം ഈ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ലഭ്യമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് സ്ക്രീൻ ഷെയറിംഗ് സംവിധാനം. അതായത് ഈ ഒരു ഗ്രൂപ്പ് കോളിന്റെ അകത്ത് നമുക്ക് സ്റ്റുഡൻസിനെ ആഡ് ചെയ്തു, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഒരു PDF ഫയല് സ്റ്റുഡൻസിനെ കാണിച്ചു കൊടുക്കണം, അത് കാണിച്ച് പഠിപ്പിക്കണം. ടെക്സ്റ്റ് ബുക്കിന് ഒരു PDF ഫയൽ നമ്മുടെ കൈവശം ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മുടെ കൈവശം ഉണ്ടെന്ന് കരുതുക. അങ്ങനെ ഫോണിനകത്ത് ആ പവർ പോയിന്റ് പ്രസന്റേഷൻ സ്റ്റോർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ടെലിഗ്രാം ഗ്രൂപ്പ് ചാറ്റിനകത്തേക്ക് അത് കാണിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെ ഫോണിന്റെ സ്ക്രീനിൽ ആ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വന്ന് നിൽക്കും. അധ്യാപകന് അത് കാണിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും. അധ്യാപകന്റെ കൈവശമുള്ള ഒരു വീഡിയോ ഫയൽ അല്ലെങ്കിൽ ഒരു ചിത്രം അത് കുട്ടികളെ കാണിച്ച് പഠിപ്പിക്കാൻ സാധിക്കും. അതിനൊക്കെ ഈ ഒരു സ്ക്രീൻ ഷെയറിംഗ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കാം. മുൻപ് ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഫയൽ ഇതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഓഡിയോ ക്ലിയർ ആവാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് പേരത് പരാതി പറയുകയുണ്ടായി. വീഡിയോ ഫയലുകൾ ഇതിനകത്തേക്ക് കാണിക്കുമ്പോൾ അതിന്റെ ശബ്ദം ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ ശബ്ദം ലഭിക്കുന്നില്ല എന്നൊക്കെ. അതിനൊക്കെയുള്ള പരിഹാരമാണ് ടെലിഗ്രാമിനകത്തേക്ക് മാറുക എന്നുള്ളത്. ടെലിഗ്രാമിനകത്ത് നമുക്ക് സ്ക്രീൻ ഷെയറിംഗ് സംവിധാനം ഉപയോഗിച്ച് ഒരു വീഡിയോ ഫയൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ശബ്ദവും എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ ലഭിക്കും, ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ഈ ഒരു ടെലിഗ്രാമിനകത്തുള്ള ഗ്രൂപ്പ് വോയിസ് ചാറ്റ്, ഇപ്പോൾ ഇതിനകത്ത് തന്നെ വോയിസ് ചാറ്റും ഉണ്ട്, വീഡിയോ ചാറ്റും ഉണ്ട്. നമുക്കിപ്പോൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് വോയിസ് ചാറ്റ് മുഖേന സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ സാധിക്കും. വീഡിയോ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ചാറ്റ് വഴി സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു സംവിധാനമാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അധ്യാപകൻ ഒഴികെ ബാക്കി എല്ലാവരെയും മ്യൂട്ട് ചെയ്യാനുള്ള സംവിധാനം അത് ഇതിനകത്തുണ്ട്. എന്നാൽ ഗൂഗിൾ മീറ്റിനകത്തൊക്കെ നമ്മൾ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റുഡൻസിന് ആവശ്യമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും. അവർ വീണ്ടും അൺമ്യൂട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് കയറി സംസാരിക്കും. അങ്ങനെയുള്ള നോയ്സുകൾ കയറി വരും. എന്നാൽ ഈ ടെലിഗ്രാമിനകത്ത് അങ്ങനെയല്ല. നമുക്ക് അലോ മീ ടു സ്പീക്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അധ്യാപകന് പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം. ആ പെർമിഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ സ്റ്റുഡൻസിന് ഇതിനകത്തേക്ക് കയറി സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള സംവിധാനം നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംവിധാനമാണ് ഈ ഗ്രൂപ്പ് ചാറ്റ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് വീഡിയോ കോള് നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ ടെലിഗ്രാമിൽ തന്നെ സംവിധാനമുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് ഒക്കെ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് യാതൊരു മാർഗവുമില്ല. ഒരുപാട് പേര് ഫോണിനകത്ത് ഗൂഗിൾ മീറ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി, വീഡിയോകളുടെ താഴെ കമന്റ് ചെയ്യുകയുണ്ടായി, യൂട്യൂബിൽ തിരയുകയുണ്ടായി. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന്റെ സൗണ്ട് റെക്കോർഡ് ആവുകയില്ല ഗൂഗിൾ മീറ്റിനകത്ത് അല്ലെങ്കിൽ സൂമിനകത്ത്. എന്നാൽ ഈ ടെലിഗ്രാം വീഡിയോ കോൺഫറൻസിനകത്ത് ടെലിഗ്രാമിനുള്ളിൽ തന്നെ ഈ ഒരു വീഡിയോ കോൺഫറൻസ് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഇൻബിൽറ്റ് ആയിട്ട് അവർ നൽകുന്നുണ്ട്. വളരെ മികച്ചൊരു കാര്യമാണത്. അപ്പോൾ ലൈവ് ക്ലാസ് സ്റ്റുഡൻസിന് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ കൂടി പിന്നീട് ഈ ഗ്രൂപ്പിൽ കയറുന്ന ഏതൊരാൾക്കും ഈ കഴിഞ്ഞുപോയ ക്ലാസ് എടുത്ത് കാണാനുള്ള സംവിധാനമുണ്ട്. പലയിടത്തും ഇന്റർനെറ്റിന്റെ ലഭ്യത വളരെ കുറവാണ്, സ്പീഡ് വളരെ കുറവാണ്, ലൈവായിട്ട് കാണാനുള്ള ആ ഒരു ബാൻഡ് വിഡ്ത്ത് കാണത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് കയറി കാണാനുള്ള സംവിധാനം ടെലിഗ്രാം ഒരുക്കുന്നുണ്ട്. അപ്പോൾ മാറുന്ന സാഹചര്യത്തിനൊത്ത് നമ്മൾ മാറേണ്ടതുണ്ട്. വാട്സാപ്പ് പോലെയുള്ള കാലഹരണപ്പെട്ട ആപ്ലിക്കേഷനുകളിൽ നിന്നും ടെലിഗ്രാം പോലെയുള്ള ആധുനിക സംവിധാനങ്ങളിലേക്ക് മാറുക. കുട്ടികൾക്ക് മികച്ച വാട്സാപ്പ് എത്രയും വേഗം ഉപേക്ഷിച്ച് വാട്സാപ്പിനകത്തുള്ള സ്റ്റഡി ഗ്രൂപ്പുകളെല്ലാം തന്നെ ടെലിഗ്രാമിനകത്തേക്ക് മാറ്റുക. ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. നിങ്ങൾ ഒരു 2 ദിവസം ടെലിഗ്രാം യൂസ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ പലരുടെയും ഫോണുകൾ പഴയ ഫോണുകളായിരിക്കും, അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വളരെ കുറവായിരിക്കും. വാട്സാപ്പിനകത്ത് ഡെയിലി ഇതുപോലെ വീഡിയോകളും ഫോട്ടോകളും വന്ന് നിറയുമ്പോൾ അതൊന്നും ഫോണിനകത്ത് ഇട്ടിരിക്കാനുള്ള സംവിധാനം സ്റ്റുഡൻസിന് കാണില്ല. എന്നാൽ ടെലിഗ്രാമിനകത്ത് അങ്ങനെയല്ല, ഇതൊരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്. നമ്മുടെ ഗ്യാലറിയിൽ നിന്നും അത് ഡിലീറ്റ് ആക്കി കളഞ്ഞാലും
സ്റ്റുഡൻസിന് പിന്നീട് എപ്പോഴെങ്കിലും ആ പഴയ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പഴയ ഫോട്ടോകൾ പഴയ വീഡിയോകൾ കാണണമെങ്കിൽ ഈ ഗ്രൂപ്പിനകത്തേക്ക് വന്ന് കാണാൻ സാധിക്കും. ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്, പറഞ്ഞാൽ തീരില്ല. അത്രയധികം സംവിധാനങ്ങളും ആയിട്ടാണ് ടെലഗ്രാം വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ടെലഗ്രാമിലേക്ക് മാറുക, അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ജസ്റ്റ് ഒരു ട്രയൽ പോലെ 2 ദിവസം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതൊരു മികച്ച അനുഭവം തന്നെയായിരിക്കും ലഭിക്കുക. നിലവിൽ ടെലഗ്രാമിന്റെ ഏറ്റവും പുതിയ ബീറ്റ വെർഷനിലാണ് ലഭിക്കുക. നോർമൽ യൂസേഴ്സിന് ഉടൻ തന്നെ ലഭ്യമാകുന്നതായിരിക്കും. തൊട്ടടുത്ത അപ്ഡേറ്റുകളിൽ ടെലഗ്രാമിൽ ഈ ഒരു സംവിധാനം വരുന്നതായിരിക്കും. ടെലഗ്രാമിന്റെ ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.